Take out your books, children. Teacher, Yes? What is it? അർജുന്റെ ബാഗിൽ നിന്ന് കിട്ടിയതാ. Arjun, come with me. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് മനസ്സിലാകും അഡോളസൻസിന്റെ ചില്ലറ വികൃതികളൊക്കെ, പാർഡനബിൾ വൺസ്. ബട്ട് ടു ബ്രിങ് എ പോൺ ബുക്ക് ഇൻ ദി സീക്രട്ട് ടർഫ് ഈസ് ക്വൈറ്റ് റിഡിക്കുലസ്. അർജുനല്ല മറ്റേത് കുട്ടിയായിരുന്നാലും ഞങ്ങൾ അത് സമ്മതിക്കില്ലായിരുന്നു. അവന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളാ അവനെ പറ്റി കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്, എസ്പെഷ്യലി ഗേൾസ്. സാറിന്റെ മകനാണെന്നുള്ള കൺസിഡറേഷൻ ഒരു പരിധി വരെ ഞങ്ങൾ ഒരു ലീനിയൻ സ്റ്റാൻസ് എടുക്കാൻ കാരണമായിരുന്നു. ബട്ട് ദിസ് ഇസ് ദ ലിമിറ്റ്. ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ മൊറാലിറ്റി ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാര്യമറിഞ്ഞ് അരമനയിൽ നിന്ന് ഫാദർ ബെർത്തോൾഡ് വരെ വിളിച്ചിരുന്നു. അർജുന്റെ ബാഗിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്ന പോൺ ബുക്ക് എനിക്കൊന്ന് കാണാമോ? ജസ്റ്റ് സി, വേറൊന്നിനുമല്ല. അത് എവിടെയെങ്കിലും കാണും. കാണുന്നില്ലല്ലോ. Sister, Anthony sir's pocket. Hey, what do you mean, Susan? Sir, something is sticking out of your... ഞാനിത് മിസ്പ്ലേസ്ഡ് ആണ്ടെന്ന് വെച്ചിട്ട് സേഫായി. റിലാക്സ്. ഇങ്ങനെ സംഭവിക്കല്ലേ. തിങ്സ് ക്യാൻ ഗെറ്റ് മിസ്പ്ലേസ്ഡ്. Can I see? Sure. കരീന കപൂറിന്റെ ബിക്കിനി. ഇത് നമ്മുടെ പുതിയ റാവണിലെ. No. കമ്പക്തിഷ്ക്. റാവൺ. കമ്പക്തിഷ്ക്. സാർ ഇത് റാവൺ, ഷാറൂഖ് ഖാന്റെ പടം. അക്ഷയ് കുമാറിന്റെ പടം കമ്പക്തിഷ്ക്. സാർ എനിക്കിത് ഷുവറാണ്, ഇത് റാവൺ. നിങ്ങൾക്ക് ബെറ്റ് വേണോ? ബ്ലാക്ക് ബിക്കിനിയിൽ കരീന കപൂർ അഭിനയിച്ചത് കമ്പക്തിഷ്ക്. You want to bet? സാർ ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ ഓക്കെ ഐ ഡോണ്ട് ബെറ്റ്. മേ ബി യു ആർ റൈറ്റ്. കരീന കപൂർ ഇട്ടിരിക്കുന്ന ഷെഡിയുടെ നിറം വരെ സാറിന് നന്നായി അറിയാം. സാറിൻ്റെ തെറ്റല്ല. അതാണ് ഇപ്പോഴത്തെ മീഡിയ. എവറിത്തിങ് ഇസ് ഔട്ട് ഇൻ ദ ഓപ്പൺ, നത്തിങ് ഇസ് പ്രൈവറ്റ്. സോ തിങ്സ് ക്യാൻ ഹാപ്പൻ. സാർ ഇത് തമിഴല്ലേ? അർജുന് തമിഴ് അറിയോ? തമിഴായതുകൊണ്ട് എന്താ? വൃത്തിയിട്ട പടങ്ങളല്ലേ, അതുപോലെ. എന്ത് വൃത്തിയിട്ട പടം സാർ? അർജുന് ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും പോലെ ലാപ്ടോപ്പ് ഉണ്ട്, അതിലൊരു ഇൻ്റർനെറ്റ് കണക്ഷനും. വിരലൊന്ന് അമർത്തിയ ഗൂഗിളിൽ നിന്ന് ഇതുമാതിരി ആയിരക്കണക്കിന് മുന്തിയ പടങ്ങൾ ഓടി വരും. അവനത് നോക്കാറില്ല. പിന്നെ അവൻ ഈ നിറമങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ നോക്കണോ? അർജുന ചെയ്യില്ല. ആൻഡ് ഐ ആം ക്വൈറ്റ് ഷുവർ ഓഫ് ഇറ്റ്. How can you be sure of it? ബിക്കോസ് ഐ ആം ഹിസ് ഫാദർ. കുഞ്ഞുനാളിലെ അമ്മ മരിച്ച കുട്ടിയാണ് അവൻ. ഞാൻ മാത്രമേ ഉള്ളൂ അവന്. അവനൊന്ന് അനങ്ങിയ ഞാൻ അറിയും മദർ. ട്രസ്റ്റ് മീ. പിന്നെ അരമനയിലോട്ട് ഞാൻ തിരുമേനെ കൊണ്ട് വിളിച്ച് പറയിച്ചിട്ടുണ്ട്. ബെർത്തോൾഡ് അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല. മദർ, ഇറ്റ്സ് നോട്ട് ഹിം. ലെറ്റ് ഹിം ഗോ ടു ഹിസ് ക്ലാസ് പ്ലീസ്. അച്ഛാമാരുടെ നടി വാങ്ങി തരുമോ? പപ്പ ഞാൻ അല്ല. എനിക്കറിയാമല്ലോ. ഇല്ലാത്ത കള്ളമൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ക്ലാസ് പോയി സിബിട്ടിട്ട് പോ. ബൈ. വേണ്ട, ഞാൻ എടുത്തോളാം. നിന്റെ ബുക്ക് വല്ലതും അറിയാതെ അർജുൻ്റെ ബാഗിനകത്ത് വെച്ചോ? ഇല്ല. ഷുവറാണോ? ഇതൊക്കെ സൂക്ഷിച്ച് ഡീൽ ചെയ്യണ്ടേ അബ്ദു? കുട്ടികളല്ലേ? ഗുഡ് മോർണിംഗ്. മേ ഐ ഹെൽപ്പ് യു സർ? ഗുഡ് മോർണിംഗ്. ഒരു 1 റൂം. ഹൗ മെനി ഡേയ്സ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ ഹിയർ സർ? ഞങ്ങൾ 2 പേരേ ഉള്ളൂ. സാധാരണ ഒരു ഡബിൾ റൂം മതി. അതല്ല സാറ് എത്ര ദിവസം താമസിക്കാനാണ് പ്ലാൻ? ഒറ്റ ദിവസം. ഓക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് 9 മണിയുടെ ബോംബെ ഫ്ലൈറ്റിന് പോകാനുള്ളതാ. അര ദിവസം മതിയാവും. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കുളിച്ച് ഫ്രഷ് ആവേണ്ട കാര്യമുള്ളൂ. പിന്നെ എൻ്റെ വൈഫിനൊന്ന് ടോയ്ലറ്റിൽ പോകണം. അതാ. പാതി ദിവസം നടക്കുമോ? സോറി സർ, പാതി ദിവസത്തേക്കൊരു ബുക്കിംഗ് ഇല്ല. ഫുൾ ഡേ ബുക്കിങ്ങേ ഉള്ളൂ. എന്നാൽ പിന്നെ അത് തന്നെ ഇട്. ജസ്റ്റ് റൈറ്റ് ഡൗൺ ദ ഡീറ്റെയിൽസ്.
സാറിൻ്റെ പേരും വിലാസവും എഴുതിക്കോളൂ. ഓ 602. ആ ഹാവ് എ നൈസ് ഡേ സാർ. അവിടെ അവിടെ റൈറ്റിലേക്ക് പോയാൽ മതി, ലിഫ്റ്റ് ഉണ്ട്. ദേ ഇതില്. ജോർജ് ഏട്ടോ, ഇവിടുന്ന് ഏതാ ഈ 9 മണിക്ക് ബോംബെ ഫ്ലൈറ്റ്? എനിക്കിന്നും മനസ്സിലാവാത്തതേ, യവന്മാർക്കൊക്കെ പണി ഒപ്പിച്ചങ്ങ് പോയാൽ പോരെ. ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ടേ വരൂ. കേൾക്കുന്ന നമ്മളിത് വിശ്വസിക്കില്ല എന്ന് യവന്മാർക്കറിയാം. എന്നാലും വെറുതെ ഒരു സീൻ എഴുതും. ഓർമ്മയുണ്ടല്ലോ, കാണുമ്പോൾ ഒരു ഹായ് അല്ലെങ്കിൽ ഹലോ, പിന്നെ ഒന്നിനും ഉത്തരം വേണ്ട. നല്ല അഹങ്കാരിയായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ വെറുതെ TV നോക്കിയിരുന്നാ മതി. ഓക്കെ? ഹായ്. നമ്മുടെ എല്ലാ തവണത്തെ റീയൂണിയൻ പോലെ ദിസ് ടു ഹാപ്പൻസ് ഓൺ എ 5th, മൈ ലക്കി ഡേറ്റ്. വീണ്ടും കാണണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോഫി ഷോപ്പിൽ വിളിക്കാതെ ഹോട്ടലിൽ റൂം എടുത്ത് വിളിച്ചത് ഡസ് പാപ്പ് മൈ ഈഗോ. പൂർണ്ണമായി എൻ്റെ മുമ്പിൽ അടിയേറെ പറയുമ്പോൾ നിനക്കൊരു കിക്ക് കിട്ടാറുണ്ടെന്ന് എനിക്കറിയാം. യു കാൺട്ട് എസ്കേപ്പ് മൈ ടു ഡാർലിംഗ്. ഐ നോ യു കാൺ ലിവ് വിതൗട്ട് മൈ ഹീറ്റ് ഫോർ ലോങ്. ഇതെന്തോന്നത്? ഹലോ, മീറ്റ് നിരഞ്ജൻ, മൈ ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ്, മൈ ലവർ, വാട്ട് എവർ. നിരഞ്ജന? ഞാൻ എത്ര പറഞ്ഞിട്ട് നീ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഐ വാണ്ടഡ് യു ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. സോറി, ഇറ്റ് ഹാഡ് ടു ബി ഇൻ എ പോസ്റ്റ് ലവ് മേക്കിംഗ് സെഷൻ. ബട്ട് എനിക്ക് വേറൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. എനിക്ക് നിന്നെ ഇനി വേണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ. It's okay. I can understand. These things happen. Maybe I was not good enough. Okay. But Dhwani, how could you? എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് പറഞ്ഞു തീർത്തുകൂടായിരുന്നു. നീ ഇങ്ങനെ ചാടി കയറിയവനൊക്കെ. അതെ സാറെ, കരയണ്ട കേട്ടോ. കരയാൻ വേണ്ടി മാത്രം ഒന്നും പറഞ്ഞില്ല. അബ്ദു, അബ്ദു? അബ്ദു നിരഞ്ജന്റെ വിളിപ്പേരാ.